24 മണിക്കൂറാണ് നമ്മൾക്ക് ഒരു ദിവസം ഉള്ളെങ്കിൽ അതിലൊരു 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഈ 16 മണിക്കൂർ നമ്മൾ എല്ലാവർക്കും ഒപ്പം ചിലവഴിക്കുകയാണ്. ഈ 16 മണിക്കൂറിൽ 15.5 മണിക്കൂറും നമ്മൾ ഏറ്റവും മനോഹരമായ മനുഷ്യനായിരിക്കും, ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും. അരമണിക്കൂറിൽ നമ്മൾ നമ്മളെ മക്കളോടൊന്ന് ചൂടായാലോ, ഭാര്യയോടൊന്ന് ചൂടായാലോ, മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചാലോ ആ അരമണിക്കൂർ മതി ലൈഫിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫിൽ ഏറ്റവും ദോഷകരമായി മാറാൻ. കാരണം നമ്മൾ കാണുന്ന പല വിവാദങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. 1 മണിക്കൂർ പ്രസംഗത്തിൽ 30 സെക്കൻഡാണ് നമ്മൾ കേൾക്കുന്നത്. അവരെന്താണ് മൊത്തത്തിൽ പറഞ്ഞതെന്ന് നമ്മളാരും കേൾക്കുന്നില്ല. ആ 30 സെക്കൻഡ് വെച്ചിട്ട് ടോട്ടലി ജഡ്ജ് ചെയ്യുന്നു. പിന്നെ ഈ ഹൈദറിനാണക്കുള്ള ആൾക്കാർ തലക്കെട്ട് എഴുതി വിട്ടുകളയും, ഒരു ബന്ധവും കാണത്തില്ല. അഖിൽമാരാർ ദാണ്ട ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് അവിടെ നടന്നതെന്ന് ഒരുത്തരം വായിക്കത്തില്ല. ആ ടാഗിലേയും വായിച്ചിട്ട് മനുഷ്യന്റെ തന്തയ്ക്ക് നിലയ്ക്ക് വിളിച്ചോളും. അപ്പം ഇച്ചിരി മുമ്പ് പൈസയിലേക്ക് ചോദിച്ചു റീച്ചിന് വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ പൈസയിലേക്ക് ഒന്നുമല്ല. തിരിച്ച് കേരളത്തിലേക്കാ വരേണ്ടതട്ടോ അകലെ. നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ ഇവരെ നിങ്ങൾ ഇപ്പുറത്തോട്ട് വന്നത്, ഇവരുടെയൊക്കെ ഇടയ്ക്കൊന്ന് ചാടിയില്ലേ നമ്മളിപ്പുറത്ത്. ഇതൊക്കെ കടന്നവരില്ലേ കെ ജോസഫ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും അതുണ്ടായിരിക്കണം. അപ്പം അതായത് ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അഖിൽമാരാവില്ല. ഇപ്പം ഞാൻ ഹൗസിൽ ആരെയും പേര് പറയുന്നില്ല, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നല്ലത് പറഞ്ഞു ഇതുവരെ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. ബിഗ് ബോസിൽ 2 അവസ്ഥയേ ഉള്ളൂ. ഏറ്റവും മനോഹരമായൊരു നല്ല അവസ്ഥയുണ്ടാവും, പുറത്തോട്ടൊരു മോശം അവസ്ഥയുണ്ടാവും. ഇൻ ബിറ്റ്വീൻ ഒരു അവസ്ഥയും ഇല്ല, ഒരു മോഡറേറ്റ് സ്റ്റേജ് ഇല്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നല്ലവൻ ചീത്ത ഈ 2 സ്പേസേ കിട്ടൂ. അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ എത്രത്തോളം, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കെട്ടുവിടും. ഇപ്പം എത്ര സമയം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റും? അപ്പോൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. നമ്മളെ ഇമോഷൻസൊക്കെ തന്നെ വേറൊരു മൂഡിലേക്ക് പോയി തുടങ്ങും. പിന്നെ ഇവിടെ നടക്കുന്നത് ഗെയിം. എന്തിനാണ് ഫിസിക്കൽ ടാസ്ക്? ആക്ച്വലി അവിടെ ഫിസിക്കൽ ടാസ്ക് എന്നൊരു ടാസ്കിൽ എല്ലാം പ്യുവർ മെൻ്റൽ ഗെയിമുകളാണ്. ഓരോ ഗെയിമിനെയും എങ്ങനെ നമ്മൾ സമീപിക്കണം, ആ സമീപനത്തിലാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇപ്പം ഒരു സ്ത്രീയും പുരുഷനും ഫിസിക്കലി പല സ്ട്രെങ്ത് ഉള്ള പല ആൾക്കാർ, അതാണെന്നോ വേണമെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷേ ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പല ആൾക്കാർ തമ്മിൽ ഒരുമിച്ചൊരു മത്സരത്തെ ഒരേപോലെയാണ് നേരിടുന്നത്. പക്ഷേ അതിൽ ബുദ്ധിപരമായി കളിച്ചാൽ ചില ഗെയിമുകൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഒരു വീക്കിന് പറ്റും. ചിലപ്പോൾ അത് കള്ളം കാണിക്കേണ്ടി വരും, അപ്പോൾ അടി നടക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടാക്കി പോകുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഇതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഉപദേശം എന്നുള്ളതല്ല, ഇതൊക്കെ കവറപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, വിജയിച്ച് വരിക. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിതം ഹാപ്പി ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടരുക. അപ്പോൾ ഇപ്പോൾ ആ ജീവിതം അതാണ് സേഫ് എന്ന് തോന്നുന്നു അല്ലേ? പോകാതിരിക്കുന്ന സേഫ് എന്ന് തോന്നുന്നു. അങ്ങനല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. എനിക്കെന്തോ നഷ്ടപ്പെടാൻ? ഞാൻ വിചാരിച്ചത് ഇപ്പം 10,000 പേര് തെറി വിളിക്കുന്നെങ്കിൽ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ 1,00,000 പേര് തെറി വിളിക്കുക. അത്രയും പേരും വിളിക്കുമല്ലോ, അത്രയും പേർക്ക് എന്നെ അറിയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഏത് രീതിക്കാണെങ്കിലും അല്ലേ? പിന്നെ ഇപ്പം ഭയങ്കര സന്തോഷം, നമ്മളെ ആൾക്കാർ മനസ്സിലാക്കി. അഖിൽ എന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരും മനസ്സിലായി നമ്മളെന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒത്തിരി കൂടിയല്ലേ? സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്. ഞാൻ നേരത്തെ ആലോചിച്ചപ്പോഴും ഈ മറുപടിയാണ് പറഞ്ഞത്. അതെപ്പോഴും ഉണ്ടാവും. വിജയികൾക്ക് അവകാശികളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, പരാജയപ്പെട്ട അവകാശികൾ. അഖിലിനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ടോ? അത് ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. എന്നെ സംഭവിച്ചിരുന്നോ? അല്ല, അങ്ങനെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബന്ധങ്ങൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഒരു സ്റ്റാറ്റസ് യൂസ് ചെയ്യാനും ഒക്കെ വരുന്നില്ല. ഞാൻ വളരെ ഇപ്പം ഒരാൾ എന്നെ കാണാൻ വന്നു. അയാളൊരു മുൻ സീസണിൽ ഒരു മുൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് കുറേ കള്ളത്തരങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ മെസ്സേജ് അയച്ചു, ചേട്ടാ ഇവനെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞ മറുപടി, എടാ അവൻ വന്ന് എന്നെ പറ്റിച്ചിട്ട് പോയാൽ അവൻ്റെ മിടുക്ക്, അവൻ എന്നെക്കാട്ടും നല്ല ഗെയിമർ. അല്ലേ, അങ്ങനല്ലേ പറയാൻ പറ്റും. ഒരുത്തം വന്ന് എന്നെ ഇപ്പം ഞാൻ പറ്റിച്ചെന്ന് പറയുന്ന വാക്ക് ഞാൻ വേറെ വല്ലയിടത്ത് പറഞ്ഞ് ഞാൻ വളരെ കുറച്ചുകൂടെ ലളിതമായിട്ട് വേറെ രീതി പറഞ്ഞാൽ, അങ്ങനെ ചെയ്തിട്ട് പോയാൽ അവൻ മിടുക്കൻ, അവനെ ഞാൻ ഷേക്കാൻ്റെ കൊടുക്കും, നീ വളരെ ഗംഭീര പ്ലെയറാന്ന് പറയും. അവൻ എന്നെ പറ്റിക്കാതെ നോക്കേണ്ടത് എൻ്റെ കഴിവാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും സഹകരിക്കും. പക്ഷേ എവിടെ എങ്ങനെ ഏത് സ്പേസിൽ എവിടെ ക്രിയേറ്റ് ചെയ്യണം, ആരുമായിട്ട് ബന്ധം ഉണ്ടാക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. അങ്ങനെ ചെയ്യാറുള്ളൂ. ആർക്കും യൂസ് ചെയ്യാനൊന്നും ആരെങ്കിലും എന്നെ പറ്റിച്ചാലും ഞാൻ അറിഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടുന്നവനാണ്. ഞാൻ മാറിയിട്ട് പറയും, ഇവനെ പറ്റിച്ചിട്ടും പറഞ്ഞു, അതെ അവൻ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ, ഞാൻ പറ്റിച്ചോട്ടെ, കുഴപ്പമില്ല. പറ്റിക്കാൻ വേണ്ടി വരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഫൈസൽഖാനെ ആരൊക്കെയാ പറ്റിച്ചിരിക്കുന്നത്? ശുദ്ധനായതുകൊണ്ട് ഒരുപാട് പേര് പറ്റിക്കും. പല ആൾക്കാരും വിചാരിക്കും എന്നെ പറ്റിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ പറ്റിക്കില്ല, ഇതുവരെ പറ്റിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നോക്കിയാണ് നിൽക്കുന്നത് അല്ലേ? പല ആൾക്കാരും സമീപിച്ചു, പറ്റിക്കാൻ വിചാരിക്കും. ചില ആൾക്കാർ മുൻധാരണയോട് കൂടി വരും, ഇയാളെ വേഗം അങ്ങോട്ട് പറ്റിച്ചേളാന്ന്.
പക്ഷെ എനിക്ക് തോന്നുന്നത് എന്നെ ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല എന്നാണ്. പറ്റിച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഫൈസൽ ഖാൻ ആരും പറ്റിച്ചിട്ടില്ല. അത് ശ്രമിച്ചു നോക്ക്. അനുഭവം പതുക്കെ പറയാം. എന്നോട് ശ്രമിച്ചു നോക്കാൻ കേട്ടില്ലേ ഫൈസൽ ഖാൻ? നമ്മളെങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു അഖിലിൻ്റെ അടുത്ത്. നമ്മളിപ്പം ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യുക ജെനുവിനാന്നുള്ളതാണ്. എനിക്ക് ഫീൽ ചെയ്ത് ജെനുവിനാന്നുള്ളത്. അഖിലിനും അതേ അല്ലേ? അതെ, ഞാൻ എപ്പോഴും പുള്ളിയോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഞാൻ മുമ്പും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു സമയത്ത് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും, വരണം നമ്മുടെ പരിപാടി വരണം കേട്ടോ, നിങ്ങൾ സംസാരിക്കണമെന്നുകൊണ്ട് വിളിക്കും. ആ സമയത്ത് എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച് ഒരു ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നൊരു സമയമാണ്. പക്ഷേ എന്നാലും ഞാൻ ചിലപ്പോൾ പറയില്ല എനിക്ക് സമയമില്ല വഴിയും, അല്ല ഇപ്പം ഞാൻ പറയും എന്നെ ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം പറയും നിങ്ങൾ വലിയ മുതലാളി, നിങ്ങൾ ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ വിളിക്കും, നമ്മുടെ ചാനലിൽ നിങ്ങൾ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് എന്നോട് അങ്ങ് പിണങ്ങും. അതായത് ഒരാളെ എങ്ങനെ ട്രാക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ അറിയാം. അങ്ങനെ ആ സമയങ്ങളിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർത്ത വന്നാൽ അത് അയാൾ അങ്ങനെയൊക്കെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ആത്യന്തികമായ സ്നേഹം കേട്ടോ. അല്ലാതെ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചു വന്ന അഖിൽമാരാറെ ഇൻ്റർവ്യൂ എടുക്കാൻ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാ നമ്മൾ ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് മൂവി വേൾഡ് മീഡിയ എന്താണെന്നോ ഞാൻ സത്യത്തിൽ ശ്രദ്ധിച്ചിട്ട്, കാരണം ബിഗ് ബോസിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവർ തുടങ്ങിയത് റീസെൻ്റായിട്ട് തുടങ്ങിയല്ലേ. ഞാൻ പുതിയതായിട്ട് കേൾക്കുക ആ ചാനൽ. അപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾക്ക് വലിയ വലിയ ചാനലുകളും ഈവൻ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ ഏഷ്യാൻ ന്യൂസ് മീഡിയ എന്നൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അത് കൊച്ചി ചാനലല്ലേ. ഞാൻ പറഞ്ഞു അത് ചാനലിൻ്റെ വലിപ്പമല്ല, ഹൈദറിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു വലിപ്പമായിരുന്നു. പഴയ അഖിലിനെ ഒന്നുമല്ലാതിരുന്ന അഖിലിനെ സപ്പോർട്ട് ചെയ്ത ഒരാളോടുള്ള സ്നേഹം, അതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടവും. വന്നു നോക്കിയപ്പോൾ ചാനലിന്റെ വലിപ്പവും മനസ്സിലായി. അല്ല അതെ, അവിടെ വന്നപ്പം ഗംഭീര പരിപാടിയാണെന്ന് മനസ്സിലായി. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു. ലാലേട്ടനാണ് ചെയ്യുന്നുണ്ടല്ലോ ഇനാഗ്രേഷൻ. ലാലേട്ടനാണ് ഇനാഗ്രേഷന് വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനാഗ്രേഷൻ ഔദ്യോഗികമായിട്ട് ചെയ്തിട്ടില്ല. ഫൈസൽ ഖാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ ഉദ്ഘാടനത്തിനോ. അമ്മയുടെ ഷോ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തു. അമ്മയുടെ ഷോ നമ്മൾ ഇതോണത്തെ പരിപാടി നമ്മളാണ്. അതൊക്കെ നമ്മുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അത് പ്രേക്ഷകർ തരുന്ന ഒരു എന്താണ് പറയുക, പ്രേക്ഷകരോട് എപ്പോഴും നന്ദി പറയേണ്ടത്.